ലോഹയും തിരുവസ്ത്രങ്ങളും ഉപേക്ഷിച്ച് വേണം ഉത്തരേന്ത്യയിൽ മിഷണറി പ്രവർത്തനമെന്ന് സമീപകാലത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഒളിച്ചും പാത്തും വേണം സുവിശേഷ പ്രവർത്തനം എന്ന നിലയിലേക്ക് ഉത്തരേന്ത്യ മാറിയത് ഇന്നോ ഇന്നലെയോ അല്ല. തൊപ്പിവച്ചും താടി നീട്ടിയും കന്നുകാലികളെ വാങ്ങാൻ വരുന്നവരെ തച്ചുകൊല്ലുന്ന ഇടങ്ങളാണ്. ബിഷപ്പുമാർ പോലും സഭാവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പാൻസും ഷർട്ടുമിട്ട് പുറത്തിറങ്ങേണ്ട നാടുകൾ. എവിടെ നിന്നാണ് എപ്പോഴാണ് ആക്രമണം വരികയെന്ന് ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ അറസ്റ്റിലായ 2 കന്യാസ്ത്രീകളുടെ കാര്യം തന്നെ എടുക്കുക. അവർ തിരുവസ്ത്രങ്ങളിൽ തന്നെ വന്നത് ചെയ്യുന്നത് 100% സത്യസന്ധമായ തൊഴിലാണ് എന്ന ഉറപ്പിലാണ്. അവരെ പൊടുന്നനെ മനുഷ്യക്കടത്തുകാരും മതപരിവർത്തനക്കാരുമാക്കുകയാണ്. കന്യാസ്ത്രീകൾക്കൊപ്പം പോകാനെത്തിയ 3 പെൺകുട്ടികളും 18 വയസ്സ് പൂർത്തിയായവരാണ്. സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നവരാണ്. അവർ ഒരു ജോലിക്ക് പോവുകയല്ലാതെ മറ്റൊന്നും അവിടെ ചെയ്തിട്ടുമില്ല. എന്നിട്ടും ആ കന്യാസ്ത്രീകൾ വലിയ നിയമലംഘനം നടത്തി എന്ന മട്ടിലാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം. BJP കേരള ഘടകം ഇടപെടുന്നു എന്നത് തന്നെ ഏത് നിലയ്ക്കാണ്? നിയമപരമായി അകത്ത് കിടക്കേണ്ടവരാണ് കന്യാസ്ത്രീകൾ. അവരെ ഞങ്ങളുടെ ശക്തി ഉപയോഗിച്ച് പുറത്തു കൊണ്ടുവരികയാണ് എന്നാണ് നടിക്കുന്നത്. 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിന് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ കാണേണ്ട കാര്യമില്ലല്ലോ. കോടതിയിൽ ചെന്ന് കാണിച്ചത് ശുദ്ധ തോന്നിയാസമാണെന്ന് ധരിപ്പിച്ചാൽ പോരെ.